എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് കായലിൽ നിന്ന് കുറച്ച് ഫ്രഷ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൊഞ്ച് അമ്മിക്കല്ലിൽ ഇടിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ്. 2 കൊഞ്ച് നമ്മൾ ഒന്നോടെ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്, ആ ഒരു നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടി. ഈ കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോഴും ചെമ്മീനൊക്കെ വലിയ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, ഒരു ഈർക്കിലി കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് നേരെ തന്നെ നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിലെ നമ്മൾ കൊഞ്ചിൻ്റെ കാല് കളഞ്ഞു. ഇനി നമ്മൾ തല കട്ട് ചെയ്യുകയാണ്. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ചെമ്മീൻ നമ്മൾ കൈ കൊണ്ട് കത്രിയൊക്കെ ഉപയോഗിക്കാതെ കൈ കൊണ്ട് ഞുള്ളിയാണ് കളയുന്നെങ്കിൽ ഇത് ഇച്ചിരി കട്ടി ആയതുകൊണ്ട് കത്രി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കട്ട് ചെയ്തത് തൊങ്ങലെന്ന് പറയും കേട്ടോ. ആ ഒരു സംഭവമൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് തലയിലെ തോട് കളഞ്ഞു. ഇനി തലയ്ക്കകത്ത് അതിൻ്റെ ഒരു വേസ്റ്റ് ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിൽ. ചെമ്മീൻ്റെ അകത്തൊക്കെ ഉള്ളതിനേക്കാളും കുറച്ച് അധികം ഉണ്ട്. ഇതേ അപ്പം എന്ത് ചെയ്തുണ്ടോ, ഇതിങ്ങനെ ഒന്നുകൂടെ കിട്ടും. അത് വേസ്റ്റ് നമ്മൾ കളഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി തോടുകൂടെയൊക്കെ കളഞ്ഞ് എടുക്കാം. പിന്നെ വാല് വരെ കുറച്ച് കട്ടിയാണ് കേട്ടോ. ചെമ്മീൻ എന്ന് പറയുമ്പം നല്ല ഈസി അല്ലേ. ഇതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തത്. അമ്മയൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കൊഞ്ച് കഴിക്കണമെന്ന്. അപ്പോൾ അതങ്ങ് സാധിച്ചു. അതിനകത്ത് ഇഷ്ടം പോലെ ഫ്രഷ് കൊഞ്ചും കരിമീനും ഒക്കെ കിട്ടും. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ കുമരൻകാർക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ഓരോ കൊഞ്ചും ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെമ്മീനേക്കാളും ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ കൊഞ്ചിന്. പണ്ടൊക്കെ കായലിൻ്റെ ഇറമ്പിൽ നിന്ന് കുത്തി പിടിക്കുമായിരുന്നു. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളൂ, നമ്മൾ വാങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരാഗ്രഹം തോന്നി, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ മിക്കവാറും അത് തീർന്നിട്ടുണ്ടോ തലയ്ക്കകത്തുനിന്ന് നമ്മൾ ആ ബ്ലാക്ക് കളർ ഐറ്റം കളയുന്നതിനോടൊപ്പം തന്നെ ഒരു മഞ്ഞ ഒരു ഐറ്റം കൂടെ ഉണ്ട്. അത് നമ്മളങ്ങനെ കളയത്തില്ല കേട്ടോ. ചിലവരത് കളയും, അത് നല്ല ടേസ്റ്റ്. അത് കളയത്തില്ല, ചിലവർ അറിയത്തില്ലാതെ അതിനകത്തെ മഞ്ഞ അത് കളയും. പിന്നെ നമ്മൾ ചെമ്മീനാണെങ്കിലും കൊഞ്ചാണെങ്കിലും ഫസ്റ്റിലെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ തോട് കളഞ്ഞിട്ട് വാഷ് ചെയ്യണമെന്നില്ല കേട്ടോ. ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ വാഷ് ചെയ്താൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തലയിലെ വേസ്റ്റ് കളഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കറുപ്പ് നൂല് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, അത് അതിൻ്റെ കുടല കേട്ടോ. അത് നമ്മൾ പിച്ചാത്തിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണം. അപ്പം എന്നിട്ട് അതിനകത്തൊരു ബ്ലാക്ക് നൂല് പോലെ ഒരു ഐറ്റം ഉണ്ട്, അതിൻ്റെ കുടൽ അതുകൂടെ വലിച്ച് കളയണം. അതതിൻ്റെ വേസ്റ്റ് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉളുമ്പ് ചൊവ്വയായിരിക്കും. അപ്പോൾ നമ്മൾ ചെമ്മീൻ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇങ്ങനെ ഇടിച്ചെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒന്നോടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊന്നും അതിൻ്റെ മസാല ചെല്ലത്തില്ല. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെയുണ്ടല്ലോ, ചതച്ചെടുത്താലേ ഉള്ളൂ ഇതിൻ്റെ നമ്മളുണ്ടാക്കുന്ന ഗ്രേവി ആ കൂട്ടൊക്കെ ഇതിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ടത് ഈ കണക്കിന് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടുണ്ടാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് ഇതാവുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ പിടിച്ചു പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. നമ്മൾ അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത കൊഞ്ച് ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനുള്ള കൂട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കൊഞ്ചിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമ്മൾ 2 എണ്ണം അതിൻ്റെ കാലോട് കൂടി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല രസമായിരിക്കും അത് ഫ്രൈ ചെയ്ത്, അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടിയൊക്കെ നമുക്ക് ആ കൂട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ നമുക്ക് ഉപ്പ് കൂടെ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ്. അപ്പോൾ അതിൻ്റെ കൂട്ട് വെള്ളം ഒഴിച്ച് വെള്ളം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. ആഹാ, നല്ല കൂട്ടിനത് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ.
നമ്മുടെ കൂട്ടിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ കൊഞ്ച് ഒന്ന് ഫ്രൈ ചെയ്യാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫേസ്